ഡോടോ അതൊക്കെ ഇങ്ങ് എടുത്തോണ്ട് വാടോ. ഇങ്ങോട്ട് എടുത്തോണ്ട് വാടോ. ഞാൻ എടുത്തോളാം. താമണ്ടാരി. ഇതിവിടെ കാശ് കൊടുത്ത് വരുത്താന്ന് അറിഞ്ഞൂടെ? താൻ തന്റെ പാട്ടിനങ്ങ് വലിച്ചെറിഞ്ഞിട്ട് പോയാൽ മതിയോ? എവിടുത്തെ കളിച്ചാടോ? നോൺസെൻസ്. തന്റെ പേരെന്താ? നാളെ മുതൽ ഇവിടെ വെച്ചാ പോരെ? രമേശോ. ചേച്ചി ചേച്ചി എനിക്ക് ആദ്യം കേൾക്കണം. പറ്റില്ല എനിക്ക് ആദ്യം കേൾക്കണം. ഇല്ല പറ്റില്ല എനിക്ക് കേൾക്കണം. കൂട്ടല്ലേ, രണ്ടാൾക്ക് ഒരുമിച്ചിരുന്ന് കേൾക്കാം. ചേർന്നിരുന്നേ. പിടിച്ചേ. നല്ല രസമുണ്ടല്ലേ? ഒരു സമ്മാനമൊക്കെ കിട്ടിയെന്ന് കേട്ടു. ആ കിട്ടി. ഒരു പുതിയ വാഗ്മാന ആ ബംഗ്ലാവിലെ സാറ് തന്നതാ. ചോദിച്ചു വാങ്ങിയതാവൂല്ലേ? അല്ലല്ല, ഇഷ്ടായിട്ട് തന്നത് തന്നെയാ. അയാള് നല്ല മനുഷ്യനാ. പരിചയമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് തരുന്നത് വാങ്ങരുത് കേട്ടോ. അതൊന്നും അത്ര ശരിയല്ല. നമ്മളൊക്കെ പാവങ്ങളാ. പണക്കാരൊക്കെ ഇങ്ങനെ ഓരോന്ന് തന്ന് നമ്മളെ പറ്റിക്കും. എന്തൊക്കെയാ പറയണത്? പറഞ്ഞുതരാം. നാളെ വൈകിട്ട് അമ്പലത്തിൽ വരണം. അയ്യോ, അത് പറ്റുണ്ടാവില്ല. അമ്മ അനിയത്തികളും വന്നതുകൊണ്ട് എനിക്ക് തനിച്ച് വരാൻ. എന്നാ വരണ്ട. ഇതിലെ പാട്ട് കഴിഞ്ഞു ചേച്ചി. ദേ ഇതാണ്. ഞാൻ പോവാ. ഇഷ്ടമുണ്ടെങ്കിൽ വന്നാ മതി. ഓ, ശകുന അമ്മണിയടത്തിയാ മുതലാളി. ഒരു ശങ്കയും വേണ്ട, വിചാരിച്ച കാര്യമൊക്കെ നടക്കും. നാൻസിക്ക് എന്താ? ഐ എം സോറി. മീനാക്ഷിക്ക് എന്ത് പറ്റി? ആകെ ഒരു മൂഡ് ഓഫ് പോലെ. സുഖമില്ലേ? അവൾ ആകെ ആദ്യം പിടിച്ചിരിക്കുക സാറേ. അതെന്ത് പറ്റി? മറ്റന്നാളാ പരീക്ഷ ഫലം അറിയണേ. ഇന്ന് പുലർച്ചെ സ്വപ്നം കണ്ടത്രേ എല്ലാറ്റിനും തോറ്റുന്ന്. പുലർച്ചെ സ്വപ്നം ഫലിക്കുമെന്നാ പറയാറ്. അങ്ങനൊന്നുമില്ല രാഘവ. ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് ആണെന്നല്ലേ പറഞ്ഞത്? മീനാക്ഷി ജയിക്കും അല്ലേ? എന്നാലും ഒരെന്നാലും ഇല്ല, താൻ ജയിക്കും. ഷുവർ. ഫസ്റ്റ് ക്ലാസ് വാങ്ങി വന്ന തനിക്കൊരു പ്രസന്റേഷൻ തരണുണ്ട്. ഇപ്പൊ ഇതിരിക്കട്ടെ. പറട്ടെ. സാർ എവിടേക്കാ പോണേ? ആയുർമഠത്തിലേക്കാ, ചികിത്സയുടെ കാര്യത്തിൽ തമ്പുരാനെ കാണാൻ. ഞരമ്പിന് പറ്റിയ ക്ഷതം തന്നെയാ. ഇത് ഒഴിഞ്ഞ് എന്നെ ശരിയാക്കണം. ലീവിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? ഇവിടുത്തെ സൗകര്യം പോലെ ആകാം. ഒരു 14 ദിവസത്തെ ചവിട്ടി വീഴ്ചൽ വേണ്ടി വരും. അത്രയും ദിവസം നല്ലിരിക്കും. കൂടെ കഷായം വേണം. ഭക്ഷണ രീതിയൊക്കെ വിധിയാമണ്ണുള്ള പഥ്യം നിർബന്ധമായിട്ട് അനുഷ്ഠിക്കണം. പറയാം. അല്ല, മറ്റ് ശാരീരിക അസ്വസ്ഥങ്ങള്, പ്രമേഹോ പ്രഷറോ അങ്ങനെ എന്തെങ്കിലും? നോർമലാണ്. ഇവിടെ ഇപ്പൊ കിടത്തി ചികിത്സിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാവും. പേഷ്യൻസിന്റെ തിരക്ക് തന്നെ പ്രധാന കാരണം. സൗകര്യപ്പെട്ട വേറെ സ്ഥലം വല്ലതുണ്ടാവോ? ഉണ്ട്, താമസിക്കുന്ന വീടുണ്ട്. തിരക്കാണ്. എന്നാലും അടുത്ത ആഴ്ച തന്നെ തുടങ്ങാം. പുതിയ വാഗ്മാന ഇത് ബംഗ്ലാവിലെ സാർ എനിക്ക് തന്നതാ. ചോര നീരുള്ള ഒറ്റങ്ങളെ കാണുമ്പോ ചോദിക്കാതെ തന്നെ ഓരോന്നിങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്ത് ശീലാക്കും. അല്ലല്ല, ഇഷ്ടമായിട്ട് തന്നത് തന്നെയാ. അയാള് നല്ല മനുഷ്യനാ. എവിടെ ഇരിക്കണ്ടാവെന്ന് അറിയായിരുന്നു. അവിടെ അമ്മ അനിയത്തികളൊക്കെ തൊഴാൻ വന്നിട്ടുണ്ട്. അവര് കാണാതെ ഓടി വന്നതാ. എനിക്ക് പെട്ടെന്ന് പോണം. വന്നില്ലെങ്കി ഈ കാക്കക്കറമ്പ് ദേഷ്യപ്പെടില്ലേ? നാളെ റിസൾട്ട് അറിയണത്. ജയിക്കോന്നറിയില്ല. ജയിക്കും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഒരു സാധനം. ഞാൻ പോട്ടെ.
മീനാക്ഷി എന്താ അവളെ വിളിക്കേ. മീനാക്ഷി മീനാക്ഷി എന്താ കാര്യം? ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇങ്ങോട്ട് വരാൻ. ഇവിടെ നിൽക്കേ. ഇങ്ങോട്ട് മാറി നിൽക്കേ. നീ എന്തിനാ സ്കൂളിൽ പോണേ? എന്തിനാ സ്കൂളിൽ പോണേന്നാ? പഠിക്കാൻ. ഇന്ന് റിസൾട്ട് വരുന്ന ദിവസം നിനക്കറിയാവോ? പിന്നെന്താ പേപ്പർ നോക്കാഞ്ഞേ? എന്താ പേപ്പർ നോക്കാഞ്ഞു? കണ്ടോ? ജയിച്ചു. വെറുതെ ജയിച്ചതല്ല, ഫസ്റ്റ് ക്ലാസ് ഉണ്ട് എന്റെ മോക്ക്. നീ എപ്പോഴാ വന്നേ രമേശ? കുറച്ചു നേരായി. ഇവള് ജയിച്ചു. അതെ. ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഞങ്ങളെന്നാ പോട്ടെ. ആ വാ മക്കളെ. എന്താടോ സൈക്കിള് കച്ചവടാക്കണോ? ഇപ്പൊ ഇല്ല, പുതിയതൊരെണ്ണം വാങ്ങിട്ട്. അപ്പൊ ഇത് ഞാൻ വാങ്ങിച്ചോളാം. അതിനെന്താ, കാശ് തന്നാ മതി. ഇതിന് ഞാൻ കണ്ടൊരു വില തരാം. ആയിക്കോട്ടെ, അപ്പൊ കാണാം. ആ 5 ഉണ്ട്, 2 ഉണ്ട്, വീണ്ടും ഒരു 5, പിന്നെ 2. അയ്യോ ഈശ്വരന്മാരെ, ഇത് എത്ര തൊട്ടോള്? ഇത് തുട്ടൊന്നുമല്ല. പിന്നെന്താ ഇത്? ഇത് കുറച്ച് മത്തവിത്ത പറമ്പിൽ കുത്തിടാൻ. ഈ മത്തവിത്ത് കുറച്ച് എനിക്ക് തരുമോ? പോടി അവിടുന്ന്. എനിക്കൊന്നും വേണ്ടേ. പുതിയ സൈക്കിൾ വാങ്ങി വരുമ്പോഴേ എപ്പോഴെങ്കിലും ഒന്ന് ഓടിക്കാൻ തന്നാ മതി. ഇതാണ് പ്രസന്റേഷൻ. ഒരു ഡോക്ടർ ആണോന്നല്ലേ നാൻസിയുടെ ആഗ്രഹം? മീനാക്ഷി. ഓ ഐ എം സോറി മീനാക്ഷി. ഇനിയും നന്നായി പഠിക്കണം, ബെസ്റ്റ് മാർക്കോടെ തന്നെ. ആഗ്രഹങ്ങളൊക്കെ വലുതാ സാറേ. അന്നന്ന് കൂലിപ്പണി എടുത്ത് കഴിഞ്ഞുകൂടുന്ന കുടുംബത്തിലെ കുട്ടിയത്. ഹേയ്, അതൊന്നും ഒരു പ്രശ്നമാക്കണ്ടെന്നേ. പിന്നെ മണി പ്രോബ്ലം. എന്താവശ്യം വന്നാലും എന്നെ ഒന്ന് അറിയിച്ചാൽ മതി. ഐ വിൽ മാനേജ്. എന്തായാലും മീനാക്ഷിയുടെ ആഗ്രഹം നടക്കണം. തനിക്ക് നല്ലൊരു ഫ്യൂച്ചറുണ്ട്. എക്സ്ക്യൂസ് മീ. ഈ കഴിച്ചയും സ്വർണത്തിന്റെ അല്ല ഇരുമ്പിന്റെ. നീ ഇപ്പൊ ഇതൊക്കെ അന്വേഷിക്കാൻ നിൽക്കലെന്നടാ. പോയേട്ടാ അങ്ങനെ ചോർച്ച പറയടാ. അത് കഴുകി വൃത്തിയാക്കി അടിയിൽ സിമന്റ് വെതറിയിട്ടിരിക്കുക. ഒന്ന് വലിയട്ടെ, എന്നാലേ പരിക്കിനിടാൻ പറ്റുള്ളേ. സിമന്റ് വലിയിടതിന് മുമ്പ് നീ ഇവിടുന്ന് വലിയാതിരുന്നാ മതി. തീരുമാലി നേരം കളയാണ്ട് വേഗം പണിയെടുക്കണം. എങ്ങനെയുണ്ട്? ആഹാ, നല്ല ഉഗ്രം ചുടിദാർ, അടിപൊളിയായിട്ടുണ്ട്. ഇതെന്താ ഇതിന്റെ അകത്ത്? വാച്ച്. ഇത് ആർക്കാ? നിന്റെ അനിയത്തി ശ്രീദേവിക്ക? അല്ലല്ല. പിന്നെ അത് 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 പിന്നെ ഓ, ആ പെണ്ണിനായിരിക്കും, നിന്റെ സ്വൽഗാടിക്ക്. പരീക്ഷ ജയിച്ച അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. പുതിയ സൈക്കിള് പിന്നെ എപ്പോഴെങ്കിലും വാങ്ങുന്ന. അതെ അതെ അതെ. നിനക്കെന്താ തലക്ക് സുഖമില്ലേ? ഉറുമ്പ് അരിമണി സ്വരുക്കൂട്ടി ഉണ്ടാക്കും പോലെ കൂട്ടിച്ചേർത്ത പൈസ എടുത്ത് ഒരു സമ്മാനം അത്രേ പൊട്ടാൻ. ഇതൊന്നും ഉള്ള കണ്ണി പിടിക്കില്ലടോ. ഇതിലും വലിയ സമ്മാനം ഉള്ള കയ്യിൽ ഒരുത്തം കെട്ടിക്കൊടുത്തിരിക്കണ്, അറിയോ? നല്ല അസൽ ഒരു കൈച്ചെയിൻ, സ്വർണത്തിന്റെ. ബംഗ്ലാവിലെ പൈസക്കാരൻ കൊടുക്കുന്നത് നേരിട്ട് ഞാൻ കണ്ടതാ. അവളാണെങ്കിലോ ചില കല്യാണ പെണ്ണിനെ പോലെ കൈനീട്ടി കൊടുത്തത്. അതൊന്നും കാണണമായിരുന്നു. ഇനിയിപ്പോ അവളുടെ പഠിത്തത്തിനുള്ള പൈസയും കൂടി അയാളെ ഇറക്കണത്. ഞാൻ എന്റെ ഈ ചെവി കൂടി കേട്ടതാ. ഇത് കേസ് പോക്കാണെന്ന് എനിക്ക് തോന്നണത്. പെണ്ണാണെങ്കിലോ കൊഞ്ചിക്കൊഴിഞ്ഞ് ഏത് സമയത്തോടെ തന്നെ. വാലിട്ട് കണ്ണെഴുതുന്ന ജാതിയല്ലേ, വിശ്വസിക്കാൻ കൊള്ളില്ലടോ. നീ എന്ത് പണിയായി കാണിച്ച്? കാശ് കൊടുത്ത് വാങ്ങിയ സാധനം തോട്ടിലേക്ക് വലിച്ചെറിയേ. നനഞ്ഞു പോയില്ലേ അത്? ഇതിന് പോവില്ലേ സാറേ? കുറച്ച് എണ്ണ തേച്ചാൽ മതി, പൊയ്ക്കോളും. ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാം. ഈ വണ്ടി കയറാൻ വലിയ ആഗ്രഹമാണത്രേ ഇദ്ദേഹത്തിന്. നടക്കട്ടെ, കേറ്. അമ്മണിയമ്മ വരുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ പോയിട്ട് വരൂ. ഓക്കെ. ഞാനും വേണ്ട വേണ്ട.
അടുത്തടുത്തിരുന്ന് ഇങ്ങനെ കാണുമ്പോ രണ്ടാളും നല്ല ചേർച്ചയുണ്ട് അല്ലേ മണിയടത്തി?